തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ഒരു ദിവസം പിന്നിട്ടിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം. ഇന്നും ദില്ലിയിൽ നടത്തിയ മാരത്തൺ ചർച്ചയിൽ തീരുമാനമായില്ല. നേതാക്കൾ തമ്മിൽ തർക്കം രൂക്ഷമായതും പല മണ്ഡലങ്ങളിലും ഭിന്നാഭിപ്രായം വന്നതുമാണ് ആദ്യഘട്ട പട്ടിക വൈകാൻ കാരണം. കേരള നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായും കൂടിക്കാഴ്ച നടത്തി. ഇതിനിടെ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ പറഞ്ഞ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വി.ഡി. സതീശൻ ക്ഷുഭിതനായി. വേറെ പണിയൊന്നുമില്ല, വേറെ നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും, നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ വഷളായി, നിങ്ങളുടെ വിശ്വാസം. നോബൽ ബാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ ബാരിക്കാരൻ, ഒരു ദിവസം പിന്നിട്ടു, തിരക്കിട്ട കൂടിയാലോചനകളാണ്. അടുത്ത തീരുമാനങ്ങൾ എന്തെങ്കിലും ആയോ? അരുൺ, തിരക്കിട്ട കൂടിയാലോചന നടക്കുമ്പോഴും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എവിടെ എന്താണ് പ്രസക്തമായ ചോദ്യം. 24 മണിക്കൂറിനകം പട്ടിക പ്രഖ്യാപിക്കും എന്നായിരുന്നു ആദ്യം പുറത്തുവിട്ട വിവരം. പക്ഷേ ഇന്നിപ്പോൾ പട്ടിക ഇല്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. നാളെ വീണ്ടും കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം രാവിലെ 10:30 നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ആദ്യഘട്ട പട്ടിക ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ 70 അടുത്ത് പേരുകൾ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. പക്ഷേ അപ്പോഴും വലിയ പ്രതിസന്ധിയുണ്ട്. പലയിടത്തും അതിരൂക്ഷമായ തർക്കമാണ് നേതാക്കൾക്ക് ഇടയിൽ ഉള്ളത്. പലയിടത്തും ഒന്നിലധികം പേരുകൾ അടക്കം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ചർച്ചകൾ പോലും നിലപാടിന് ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്നാലും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേരിടുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് വ്യക്തമാക്കുന്നത്, KPCC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്, നാമനിർദ്ദേശ പത്രിക ഇനി സമയമുണ്ട്. അതുകൊണ്ട് നാളെ ആയിരിക്കും, ഒരുപക്ഷേ നാളെയോ മറ്റന്നാളോ ഒക്കെയായി മൊത്തം പ്രഖ്യാപനത്തിലേക്ക് പോയാൽ മതി എന്നാണ്. അതിവേഗം പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുന്നു. അപ്പോഴും BJPയുടെ പട്ടിക ഇന്നിപ്പോൾ വന്നു, CPMന്റെയും CPIയുടെയൊക്കെ പട്ടിക ഇന്നലെ വന്നു. അത്തരത്തിൽ അവരുടെ സ്ഥാനാർത്ഥികൾ മുന്നണി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നിലവിലത്തെ സാഹചര്യത്തിൽ നാളെ ആദ്യ പട്ടിക വരും എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ചർച്ചകളാണ് ഉണ്ടായത്. നേരത്തെ വി.ഡി. സതീശനോട് 24 മണിക്കൂറിൽ ചർച്ച പൂർത്തിയാക്കി പട്ടിക വന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ശൂഭിതനാവുന്ന കാഴ്ചയും എന്തായാലും ദില്ലിയിൽ കാണാൻ കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി കേരളത്തിൽ നേതാക്കൾ ചർച്ചകൾ നടത്തിയെങ്കിലും സമവായം എന്താണെങ്കിലും അകലെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു കീറാമുട്ടിയായി മാറുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. നാളെ ഇപ്പോൾ വീണ്ടും രാവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. അതിനു പിന്നാലെ പട്ടിക പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. അരുൺ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.